ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ വാമോസ് ആരാധകരായിരുന്നു കൂടുതലും. തോൽവിയിൽ അവർ കണ്ണീരോടെ തലകുമ്പിട്ടിരുന്നു. എന്നാൽ അർജന്റീനയുടെ നെഞ്ചിൽ വെടിയുണ്ട പോലെ തറച്ച ആ ഗോളിൽ 10,000-കണക്കിന് സ്പാനിഷ് ആരാധകർ ആർത്തുവിളിച്ചു. മറുഭാഗത്ത് മൈതാനത്ത് വീണ കണ്ണുനീരിൽ പലരുടെയും ഹൃദയം നൊന്തു. ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ 3 ലോകകപ്പ് ഫൈനലുകളിൽ തന്റെ രാജ്യത്തെ നയിച്ച ഏക നായകൻ എന്ന നേട്ടത്തിലും മെസ്സിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. തോൽവിയുടെ കയ്പുനീർ കുടിച്ചിറക്കി വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ ആ ലോക കിരീടത്തെ നോക്കി. ഇത് കേവലം ഒരു മത്സരത്തിന്റെ പര്യവസാനമായിരുന്നില്ല, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായത്തിന്റെ അന്ത്യമായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ ആഘോഷിച്ച ആ വിജയം അയവിറക്കി ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് വീണ മിശുഖയും കൂട്ടരും പുൽത്തകടിയിൽ തളർന്നിരിക്കുമ്പോൾ എവിടെയാണ് പിഴച്ചതെന്ന് സ്വയം പഴിക്കുന്നുണ്ടാകും. കാലം കരുതിവെച്ച വിധി പോലെയായിരുന്നു ഈ പര്യവസാനം. ഇനി നായകന് ഇതൊരു പാഠമാക്കാം, അല്ലെങ്കിൽ ആ പാഠം പഠിപ്പിക്കാം. പലപ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ കളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അർജന്റീനയുടെ ചിറകുകൾ എറിഞ്ഞത് തികച്ചും സ്പാനിഷ് മോഡലിലായിരുന്നു. അത് അറിയാതെ പോയത് സ്കലോണിയുടെ പരാജയമായി മാറി. ഒടുവിൽ ന്യൂജേഴ്സിയിൽ സ്പെയിനിന്റെ ചുവപ്പൻ വസന്തം വിരിഞ്ഞപ്പോൾ മെസ്സിയും കൂട്ടരും വിതുമ്പുന്ന ചുണ്ടുകളോടെ പിഴവുകൾ അയവിറക്കിയിട്ടുണ്ടാകാം. പന്തുരുളുന്നതിന് തൊട്ടു മുൻപ് വരെ ആകാശത്ത് പ്രതീക്ഷയുടെ ആ നീലയും വെള്ളയും കലർന്ന നിറമുണ്ടായിരുന്നു. അതായിരുന്നിരിക്കാം അവരുടെ ആത്മവിശ്വാസം. പിന്നീട് പൊടുന്നനെ മാനം ചുവന്നു. ഇടിയും പേമാരിയുമായി സ്പാനിഷ് പട കുതിച്ചുകയറി. മെസ്സിയുടെയും കൂട്ടരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. 2 ലോകകപ്പ് കിരീടങ്ങൾ എന്ന അപൂർവ നേട്ടത്തിലേക്കായിരുന്നു അർജന്റീന കണ്ണുവെച്ചിരുന്നത്. എന്നാൽ ഫൈനലിൽ കളി മറന്ന, അച്ചടക്കം കൈവിട്ട ഒരു സംഘത്തെയായിരുന്നു കണ്ടത്. ഫൈനൽ വിസിലിന് ശേഷവും തോൽവിയിലും പുലർത്തേണ്ട മാന്യത അവർ മറന്നുപോയത് വിമർശനത്തിന് ഇടയാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ 48 ടീമുകളുടെ ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ സ്പെയിൻ തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടം നെഞ്ചോട് ചേർക്കുന്നു. യൂറോ കപ്പിന് പിന്നാലെ ലോക കിരീടവും ചൂടി അവർ ലോക ഫുട്ബോളിന്റെ പുതിയ രാജാക്കന്മാരാകുമ്പോൾ മറുവശത്ത് ഒരു വലിയ യുഗത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. ലയണൽ മെസ്സി ഇനി ഒരു ലോകകപ്പ് കളിക്കുമോ എന്ന ചോദ്യത്തിന് കാലം തന്നെയാണ് മറുപടി നൽകേണ്ടത്. എങ്കിലും കിരീടമില്ലാതെ കണ്ണീരോടെ തലതാഴ്ത്തി മൈതാനമിടുന്ന ആ 10-ാം നമ്പർ ജേഴ്സിക്കാരന്റെ ചിത്രം ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിൽ വലിയൊരു നോവായി അവശേഷിക്കും. കളി മറന്ന ഒരു ഫൈനലിന്റെ ഓർമ്മകളിൽ അർജന്റീനയ്ക്ക് ഇനി ആശ്വസിക്കാൻ ഭൂതകാലത്തെ ആ സുഖമുള്ള ഖത്തർ ഓർമ്മകൾ മാത്രം ബാക്കി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.